പുള്ളിക്കാരൻ ഈ പാസ്റ്റർമാരെയും പെന്തക്കോസ്തിനെയൊക്കെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ ഇൻ്റർപ്രിറ്റേഷനും കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ ഈ നടത്തുന്നതെല്ലാം ഇൻ്റർപ്രിറ്റേഷനുകളാണ്. പുള്ളിക്ക് തോന്നിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പുള്ളിയുടെ പൊളിറ്റിക്സിന് ചേരുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യാഖ്യാന ഫാക്ടറി മാത്രമാണ് ഈ ഒരു പ്രീ നോളജ് എന്നൊരു ആളെ പറ്റിക്കൽ ടേം വെച്ചിട്ടാണ് ഇവർ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഒരു ഫ്രീ വിൽ ഉണ്ടെന്നൊക്കെ പ്രസ്താവിച്ചെടുക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള, ഈവൻ തിയോളജിസ്റ്റുകൾ പോലും കേട്ടാൽ ചിരിക്കുന്ന കുറേ വാദങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. നമ്മളുടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1 ബില്യൺ വർഷം എന്ന് പറയുന്നത് ദൈവത്തിന് ചിലപ്പം ഒരു മൈക്രോ സെക്കൻഡായിട്ട് തോന്നുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്ത് മാറ്റമാണ് സമയം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഫ്രീ വില്ലിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത്? നിരീശ്വരവാദത്തിൻ്റെ പടിക്കൽ വരെ എത്തിയിട്ട് ദൈവ കൃപയാൽ ദൈവം നേരിട്ട് സന്ദർശിക്കുകയോ വെളിപ്പാട് കൊടുക്കുകയോ അനുഭവം കൊടുക്കുകയോ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് തിരികെ യേശുക്രിസ്തുവിലേക്ക് പോയ ഒരു വ്യക്തി ഈ അടുത്തായി എൻ്റെ വീഡിയോസ് തുടർച്ചയായി റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മറ്റാരുമല്ല, നമ്മളുടെ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ സ്വന്തം മരുമകനാണ്. പുള്ളിക്കാരൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളി ഈ സ്ട്രോമാൻ ആർഗ്യുമെൻറ്റിൻ്റെ ശക്തനായ ഒരു വക്താവാണ്. സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ ഒരു വൈക്കോൽ മനുഷ്യൻ എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ. അപ്പോൾ യാഥാർത്ഥ്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട്, അതായത് യഥാർത്ഥത്തിലുള്ളൊരു മനുഷ്യന് പകരമായി മറ്റൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വൈക്കോൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആ വൈക്കോൽ മനുഷ്യനെ കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തിയിട്ട് ഫയൽമാൻ ജയിച്ച് എന്ന് പറയുന്നതാണ് ഈ സ്ട്രോമാൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് നമ്മളുടെ ഈ സേതു ഷാജി എന്ന് പറയുന്ന വ്യക്തി. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. കാരണം ആദ്യം തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിലും നല്ലത് അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് അവസാനം സംസാരിക്കുന്നതായിരിക്കും. എനിവേ, എന്നെക്കുറിച്ച് പേഴ്സണലി അയാൾ തെറ്റിദ്ധാരണകൾ വരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു തരാം. അത് നിങ്ങൾ അയാളുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ട് മനസ്സിലാക്കാം. അയാൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഞാനങ്ങനെ ബൈബിളോ കാര്യമൊന്നും വ്യക്തമായി വായിച്ചിട്ടില്ല, എനിക്ക് പെന്തക്കോസ്തിൽ നിന്നുണ്ടായ തിക്താനുഭവം കൊണ്ടാണ് ഈ സാധനത്തിൽ നിന്നും വിട്ടുപോയതെന്ന്. അയാളോട് ഞാൻ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓഡിയോ മെസ്സേജുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് തിക്താനുഭവങ്ങൾ പെന്തക്കോസ്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബൈബിൾ വായിച്ച് അതിന് പുറത്ത് വന്നതിന് ശേഷമാണ് പെന്തക്കോസ്ത് ഒരു ടോക്സിക് വിശ്വാസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തിക്താനുഭവം കൊണ്ടല്ല എന്നത് വളരെ വ്യക്തമായിട്ടും അയാൾക്ക് അറിയാവുന്നതാണ്. ഇനിയും അയാളോട് മാത്രമല്ലാതെ എൻ്റെ വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, മറ്റു പലർക്കും ഞാൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസിലും വളരെ വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, തിക്താനുഭവങ്ങളല്ല എന്നെ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിയത്. നേരെ മറിച്ച് ഞാൻ സ്വയമായി ബൈബിൾ വായിച്ച് ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് പെന്തക്കോസ്ത് ടോക്സിക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൂടി. അപ്പോൾ ഇത് വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സേതു ഷാജി. പക്ഷേ എങ്കിൽ കൂടി മനഃപൂർവ്വമായി അടിക്കടി അയാൾ എടുത്ത് ഞാൻ ഈ ഒരു പെന്തക്കോസ്ത് തിക്താനുഭവം കൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി അതുമാത്രമല്ലാതെ നിരീശ്വരവാദികളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞു, ഈ നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ വാക്കുകൾ എൻ്റെ വായിലേക്ക് ഇട്ട് തരുന്ന ഒരു പ്രവണതയും പൊതുവായി കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പലതരം ഉടായിപ്പ് ടാക്ടിക്സുകൾ പുള്ളി ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ബൈബിളിനെ കുറിച്ച് വലിയ അറിവില്ല, ബൈബിൾ ഞാനങ്ങനെ വായിച്ചിട്ടില്ല, അപ്പോൾ ഇവൻ പറയുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ലെന്നേ. ആ ഒരു ചിന്താഗതി ഇയാളുടെ കാഴ്ചക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ ക്യാൻസൽ ചെയ്ത് കളയുക. കാരണം ഞാനിതിനെക്കുറിച്ച് അറിവില്ലാത്ത, ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ തിക്താനുഭവം കൊണ്ടൊരു വിശ്വാസം വിട്ടുപോയൊരു വ്യക്തി പറയുന്നതൊക്കെ നമ്മൾ എന്തിനാ കേൾക്കുന്നത് എന്നൊരു മെൻറ്റാലിറ്റി ആളുകളിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആദ്യമേ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അത് പാസ്റ്റർമാർ ചെയ്യുന്ന സാധാരണ ഒരു ടാക്ടിക്സ് തന്നെയാണിത്. അത് തന്നെയാണ് ഈ സേതു ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇവിടുത്തെ നമ്മളുടെ പ്രധാന വിഷയം എൻ്റെ വീഡിയോയ്ക്ക് അയാൾ റിയാക്ട് ചെയ്തിരിക്കുന്നതിനോടുള്ള എൻ്റെ മറുപടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിൻ്റെ അവസാനം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അരുൺ പ്രസ്ഥാനത്തെ വിമർശിച്ചതോ പെന്തക്കോസ്ത് സഭയെ വിമർശിച്ചതിനോ എതിരായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഒരു പ്രതികരണമല്ല. മറിച്ച് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിന് വിപരീതമാണ്. ഇതിലൊരുപാട് ഫാക്ച്വൽ എററുകളുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായതുകൊണ്ടും ബൈബിളീകമായി ചില തെറ്റുകൾ അല്ലെങ്കിൽ എററുകൾ അതിനകത്ത് കണ്ടതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രതികരണ വീഡിയോ ഉണ്ടായത്. തീർച്ചയായിട്ടും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം. നമുക്ക് എന്തായാലും എന്താണ് ഞാൻ അവിടെ തെറ്റ് കാണിച്ചിരിക്കുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ഈ ഫ്രീ വിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ദൈവം നമുക്ക് നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതിന് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു സിനിമയുമായിട്ടാണ്. അതായത് ഒരു തിരക്കഥകൃത്ത് അദ്ദേഹം ഒരു കഥ എഴുതി തീർത്തിട്ട് ആ കഥയെ മുൻനിർത്തിക്കൊണ്ട് സംവിധാനം ചെയ്തുകൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് ആ നടന്മാരെയും നടിമാരെയും എല്ലാം കൂട്ടിയിണക്കി അഭിനയിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലോകത്തിലെ ജീവിതം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും അരുൺ പ്രസ്ഥാനത്തിൽ നിന്നിറങ്ങി നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതുമൊക്കെ ദൈവം മുന്നമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അരുൺ സംസാരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ വളരെ അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. ബൈബിളിൽ ഒരിടത്തും ദൈവം എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് അത് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന രീതിയിൽ എങ്ങും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അരുണിൻ്റെ വീഡിയോകൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും, ബൈബിൾ വായിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് മനസ്സിലാവും അരുൺ ശരിയായ രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ സേതു സ്വയം ക്ലെയിം ചെയ്യുന്നത് പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയതയെക്കുറിച്ചല്ല. അവർക്ക് യേശുക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലായിട്ടില്ല, അവർക്ക് ബൈബിളിനെ വ്യക്തമായി മനസ്സിലായിട്ടില്ല. പക്ഷേ സേതു ഈ പറയുന്ന പാസ്റ്റർമാർ പറയുന്ന അതേ ഡയലോഗാണ് സേതു ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല. അതായത് ഇവരുടെ വിശ്വാസത്തിനെതിരെ, ഇവരുടെ ആ ഒരു പുസ്തകത്തിനെതിരെ ആര് സംസാരിച്ചു കഴിഞ്ഞാലും അവർക്കൊരു ചാപ്പയങ്ങ് അടിച്ചു കൊടുക്കും. ശരിയായ രീതിയിൽ പുസ്തകം വായിക്കാത്ത ആൾക്കാർ. അത് ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇപ്പം ഇസ്ലാമിനെ വിമർശിക്കുന്ന ആരിഫും ലിയാക്കത്തും ആരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അവർ ശരിയായ രീതിയിൽ ഇസ്ലാം വായിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ഈ ശരിയായ രീതി? സേതു, ശരിയായ ഒരു രീതിയിൽ മാത്രമാണ് ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നതെങ്കിൽ ലോകത്ത് ഈ ക്രിസ്ത്യൻ വിശ്വാസം ഉണ്ടായത് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിനും 10,000-കണക്കിനും സഭകൾ ഉണ്ടാവത്തില്ലായിരുന്നു. ഈ ബൈബിളിനെ, അതായത് ഈ ഒരേ ബൈബിളിനെ പല വ്യക്തികൾ വായിക്കുമ്പോൾ അവർക്ക് പല അർത്ഥങ്ങൾ തോന്നുന്നുകൊണ്ടും പല ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതുകൊണ്ടും അല്ലേ എൻ്റെ പൊന്ന് സേതു ഇത്രയും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും സഭകൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് സേതു ഓടി വന്നിട്ട് ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ രീതിയിൽ യേശുക്രിസ്തുവിനെയും ബൈബിളിനെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് സേതു മാത്രമാണെന്നാണ്. ഇതിനെ എനിക്ക് തമാശ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇനിയും എന്താണ് ഈ ശരിയായ രീതി? ശരിയായ രീതി എന്ന് പറയുമ്പോൾ സേതുവിന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് ബൈബിളിൻ്റെ. സേതുവിൻ്റെ ഇൻ്റർപ്രിട്ടേഷന് എഗ്രി ചെയ്യാത്ത ബാക്കിയുള്ളവരെല്ലാം ശരിയായ രീതിയിൽ ബൈബിൾ വായിക്കാത്തവരാണ്. അവരിനെയും 100 വട്ടം വായിച്ചിട്ടും 10,000 വട്ടം വായിച്ചിട്ടും യാതൊരുവിധ കാര്യമില്ല. സേതു എങ്ങനെയാണോ ബൈബിളിനെ മനസ്സിലാക്കുന്നത്, സേതു എങ്ങനെയാണോ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ ഒരാൾ ബൈബിൾ വായിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയായി മാറൂ. പിന്നെ രണ്ടാമതായിട്ട് സേതുവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളാ പറയുന്ന മൊത്തം കാര്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാകത്തില്ല. പുള്ളി നമ്മളാ പറഞ്ഞതിൽ, സംസാരിച്ചതിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കയറി പിടിച്ചിട്ട് ആ ഒരു വാക്കിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സേതു റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫ്രീ വില്ലിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഫ്രീ വില്ലിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതിനെ ഒരു മൂവിയുമായിട്ട് ഉപമിച്ചപ്പോൾ അതിൽ റൈറ്റർ, അതായത് എഴുതി ചിട്ടപ്പെടുത്തി നമ്മളെ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പോയതിൽ ആ ഒരു എഴുത്തിലൊക്കെ പുള്ളിയും കയറി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു വാക്കിൽ കയറി പിടിക്കുന്നതല്ലാതെ എന്താണ് ഞാനവിടെ മൊത്തത്തിൽ അതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ പുള്ളിക്ക് അവിടെ കഴിയുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പോകെ സംസാരിക്കാം. കാരണം മുന്നോട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും ഈ ബൈബിളിൽ ശരിയായ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടേ ഇല്ല. അദ്ദേഹം പല കാര്യങ്ങളിലും തെറ്റായിട്ടുള്ള ചില ഫാക്ച്വൽ എററുകൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ബൈബിൾ സംസാരിക്കാറ്, ഇദ്ദേഹം ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. എന്തായാലും ഇദ്ദേഹം ആദ്യമേ മുന്നോട്ട് വെച്ച ഈ പോയിന്റിനെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ദൈവം ഒരിടത്തും എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടേ ഇല്ല. ഇത് പലപ്പോഴും ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ളവർക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും. എൻ്റെ പൊന്ന് സേതു, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ദൈവം ഇതേപോലെ എഴുതി വെക്കുന്നു, അത് അതേപോലെ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണ് നമ്മൾ. സേതുവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേതുവിന് ഈ ബൈബിളിലെ എവിടെയെങ്കിലും പ്രശ്നകരമായ കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ സേതുവിന് അന്നേരം ഈ ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ആശയം ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വചനം മാത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം നോക്കിയിട്ടോ ആ ഒരു എഴുത്തുകാരനെ നോക്കിയിട്ടോ അല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ചിട്ട് നമ്മൾ ആ ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ആശയം, യേശുക്രിസ്തുവിൻ്റെ ആശയം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മളതിനെ വായിച്ച് നോക്കാൻ. അങ്ങനെ ബൈബിളിനെ മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കി പല ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്ത് പല ദൈവസ്നേഹത്തിലൂടെ വചനങ്ങളെ വായിച്ചൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന സേതുവിന് പാവപ്പെട്ടൊരു മനുഷ്യനായ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആ ഒരു വാക്കിൽ പെട്ടുപോവുകയാണ് സേതു. എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് എൻ്റെ സേതു, നമ്മൾ ഈ മനുഷ്യന്മാരാണ് എഴുത്തും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതും അത് യൂസ് ചെയ്യുന്നതും. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് മറവി പല കാര്യങ്ങളൊക്കെ ഉള്ള ജീവികളാണ്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം നാളെ ഒരുത്തൻ പറഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവാണ് നമ്മളുടെ ഈ ഡോക്യുമെൻറ്റേഷൻ, എഴുതി വെക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നാളെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് മറന്നു പോകാതിരിക്കാൻ ഇന്ന് എൻ്റെ ബുക്കിൽ അതൊന്ന് എഴുതിയിട്ടാൽ നാളെ ഇത് എടുത്തു നോക്കുമ്പോൾ കാണാം.
അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ, എഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സർവ്വശക്തനായ, ഓർമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത, ടൈമിനൊക്കെ പുറത്തിരിക്കുന്ന ആളാണെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്, നമുക്ക് അവിടേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവത്തിന് ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല സേതു. ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായിട്ട് അറിയാം. പുള്ളിക്ക് മറവിയും സംഭവിക്കാൻ പോകാത്തത് കൊണ്ട് പുള്ളിക്ക് എഴുതി വെക്കേണ്ട കാര്യമില്ല, പുള്ളിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, എഴുത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ മനുഷ്യന്മാരുടെ ഭാഷയിൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ് എൻ്റെ പൊന്ന് സേതു. ഇങ്ങനെ ഓരോ വാക്കി കയറി പിടിക്കല്ലേ. മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയുണ്ട്. എന്ത് ചെയ്യണം, അടുത്ത നെക്സ്റ്റ് മൂവ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മറ്റ് തടസ്സങ്ങളൊന്നും എന്നെ എതിർക്കുന്നില്ല എങ്കിൽ ഞാൻ ചിന്തിച്ചത് എനിക്ക് അവിടെ പോയി ചെയ്യാം. പക്ഷേ സാഹചര്യം കാരണം ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ കാല് നിൽക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് പോകുന്നു. അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ഫ്രീ വില്ലിന് എതിരായിട്ട്, അല്ലെങ്കിൽ ഈ ഫ്രീ വില്ല് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ വില്ല് എന്ന് പറയുന്നത് നമുക്ക് സ്വയമായി നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കുവാനും ആ തീരുമാനത്തെ നടപ്പിലാക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെയാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. ഇതൊന്ന്. രണ്ട്, ദൈവത്തിന് ഫോർ നോളജ് ഉണ്ട്. അതായത് ഇപ്പം സർവ്വജ്ഞാനി, ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, സർവ്വജ്ഞാനി, സർവ്വശക്തൻ, സർവ്വവ്യാപി. അപ്പോൾ സർവ്വജ്ഞാനിയാണ് ദൈവം. സർവ്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ആദ്യം ബൈബിളിൽ പറയുന്നത് പോലെയാണെങ്കിൽ ആദിയിലെ തന്നെ അന്തവും കണ്ടവൻ, തുടക്കത്തിലെ തന്നെ എന്താണ് ഒടുക്കമെന്നും കണ്ടവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മൾ ജീവിക്കുന്ന ഒരു ഡയമെൻഷനിലല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ മിയർ എർത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ സമയം, ഇവിടുത്തെ രീതികൾ, ഇതെല്ലാം ആപേക്ഷിക. നമ്മൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം മാറുന്നു, കുറച്ചുകൂടെ ദൂരെ ജൂപ്പിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം മാറുന്നു. അപ്പം ഇതൊക്കെ ആപേക്ഷികമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലുള്ള ദൈവം സമയത്തിന് അതീതനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഇൻഫിനിറ്റായിട്ട് നിൽക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം, നിത്യമായി നിൽക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം. ആ നിത്യതയിൽ നിന്നുകൊണ്ട് സമയത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാലയളവാണ്. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തുടക്കം ഒടുക്കം കാണാൻ കഴിയും. ഇത് വളരെ സർവ്വസാധാരണമായ ഒരു ടാക്ടിക്സ് ആണ് നമ്മളുടെ ഈ അപ്പോളജിസ്റ്റുകൾ അല്ലെങ്കിൽ തീയിസ്റ്റുകൾ. ഇയാളെ ഒരു അപ്പോളജിസ്റ്റ് എന്ന് വിളിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. തീയിസ്റ്റുകളുടെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണിത്. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഒരു അസ്തിത്വത്തിനൊക്കെ എന്തെങ്കിലും ദോഷം തട്ടുന്ന ഒരു ചോദ്യം വരുമ്പോഴേക്ക് കുറേ ടേംസ് അങ്ങോട്ട് എറിയും, ജാർഗൺസ് എന്ന് പറയും. ഇവിടെ സേതു ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ടൈം, റിലേറ്റിവിറ്റി, ഡയമെൻഷൻ, ഇൻഫിനിറ്റ് ബീയിങ് എന്ന് വേണ്ട കുറേ വാക്കുകൾ ഇങ്ങനെ പ്രസരിപ്പോടുകൂടി എറിഞ്ഞിരിക്കുകയാണ്. ഇതിനെ വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യനോട് ചക്ക കായ്ക്കുന്ന വൃക്ഷം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ചക്കക്കുരു വീണ് കിളിർത്ത വൃക്ഷത്തിൽ കെട്ടിയിരുന്ന ആട് കാഷ്ടിച്ച കാഷ്ടം കൊണ്ടിട്ട് വളർത്തിയ വൃക്ഷത്തിൽ കായ്ച്ച മാവിൽ നിന്നും വീണ മാങ്ങാണ്ടി ഉപയോഗിച്ചാണ് ഞാൻ ഈ മാവ് വളർത്തിയെടുത്തത് എന്നൊരു ഉത്തരം ചില ആളുകൾ കൊടുക്കാറുണ്ട്. അതായത് ചക്ക കായ്ക്കുന്നത് പ്ലാവിലാണെന്നുള്ള ഉത്തരം അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉത്തരം എന്തുകൊണ്ടോ പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ കുറേ ഡൈവേർട്ട് ചെയ്തിട്ട് ആളുകളെ ഒരുമാതിരി കൺഫ്യൂസ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി. ഇത് ഈ തീയിസ്റ്റുമാരുടെ സ്ഥിരം പരിപാടിയാണ്. അതുതന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ദൈവം ടൈമിന് പുറത്താണെങ്കിൽ, അതായത് സമയത്തിന് പുറത്താണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഫ്രീ വില്ലിനെ അത് ബാധിക്കുന്നത്? അതായത് എന്നെയോ നിങ്ങളെയോ പോലെയുള്ള വ്യക്തി സമയത്തെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പോൾ നമ്മളുടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1 ബില്യൺ വർഷം എന്ന് പറയുന്നത് ദൈവത്തിന് ചിലപ്പം ഒരു മൈക്രോ സെക്കൻഡായിട്ട് തോന്നുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്ത് മാറ്റമാണ് സമയം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഫ്രീ വില്ലിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇനിയും കണ്ട് സംസാരിച്ച് നമുക്ക് പോവാം. എപ്പോഴും ഈ ഫോർ നോളജിന് അല്ലെങ്കിൽ സർവജ്ഞാനിത്വത്തെ പലപ്പോഴും ഈ അരുണിനെ പോലെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് മുന്നറിവ് ഉള്ളത് കൊണ്ട് ദൈവം സകലതും നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഫോർ നോളജ് പ്രീ ഡെസ്റ്റിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിലേക്ക് നമ്മളെല്ലാം കഥാപാത്രങ്ങളെ പോലെ നടന്നു ചെല്ലുന്നു. ഇതെന്താ പാവകളിയാണോ? പാവകളി തന്നെയാണ് സേതു, പാവകളിയാണ്. നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാവകളി മാത്രമാണ്. ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ ഒരു റിയാലിറ്റി അഡ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അതൊരു വാസ്തവം തന്നെയാണ്. ഈ ഒരു പ്രീ നോളജ് എന്നൊരു ആളെ പറ്റിക്കൽ ടേം വെച്ചിട്ടാണ് ഇവർ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഒരു ഫ്രീ വിൽ ഉണ്ടെന്നൊക്കെ പ്രസ്താവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ഓരോ വാക്കുകളും സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ രാവിലെ എഴുന്നേറ്റു, എൻ്റെ വീട് വിട്ടിറങ്ങി ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ്.
ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എവിടെ ഇരിക്കണം, ഇവിടെ ഇത്രയും വലിയ ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ തന്നെ ഞാൻ ചൂസ് ചെയ്ത് ഇവിടെ ക്യാമറ വെച്ചുകൊണ്ട് ഇവിടെ കസേരയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോ വാക്കുകളും പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. എന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒരു സ്ഥലം ചൂസ് ചെയ്ത് എൻ്റെ ഇഷ്ടമുള്ളിടത്ത് ഒരു ക്യാമറ വെച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്? അപ്പോൾ ദൈവത്തിന് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ സംഭവിക്കും എന്നറിയാം, പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ സേതു ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദൈവം സമയത്തിന് അതീതനായിട്ട് സമയത്തിൻ്റെ പുറത്ത് എവിടെയോ കസാരയിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമയത്തെ അനുഭവിക്കുന്നത് പോലെയല്ല പുള്ളിക്കാരൻ അനുഭവിക്കുന്നത്. ഞാൻ ഇന്നീ ചെയ്യാൻ പോകുന്ന കാര്യം പുള്ളി ഇന്നലെയോ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെയോ ഓൾറെഡി കണ്ടിട്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ തന്നെ കസാരയിട്ട് ഇവിടെ തന്നെ ക്യാമറ വെച്ചിട്ട് ഇത്ര ഇൻറ്റൻസിറ്റി ലൈറ്റ് എൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോ വാക്കുകളും സംസാരിക്കുമെന്ന് എഴുതി വെച്ചിട്ടില്ല. അയ്യോ നീ എഴുതിയെന്നൊന്നും പറയല്. പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ തലയിൽ ഫീഡഡായിട്ടുള്ളൊരു ഡാറ്റയാണത്, ഒരു നോളജാണ്, പുള്ളിക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ സേതുവിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ സമയത്തിന് പുറത്തിരിക്കുന്ന റിലേറ്റിവിറ്റി, ഇൻഫിനിറ്റ് ബീയിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ ഇരിക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഓൾറെഡി പിക്ചറൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. സേതു, ഇത് ഉദാഹരണമാണ്, വാക്കുകളിൽ കയറി പിടിക്കരുത്, മൊത്തത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, മൊത്തത്തിലുള്ള അർത്ഥം. ഞാൻ നാളെ വൈകിട്ട് 4 മണിക്ക് നമ്മുടെ അപ്പുറത്തുള്ള ഗുസ്റ്റാവ് സാഹിബിൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു പഴംപൊരി കഴിക്കുകയാണ്. ഞാനവിടെ പോകുന്നു, ഒരു ചായ മേടിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു പഴംപൊരി ഞാൻ എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തിന് അധീനനായിട്ടിരിക്കുന്ന ഇൻഫിനിറ്റ് ബീയിങ് ആയിട്ടുള്ള ദൈവം ഞാൻ നാളെ 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും ഒരു പഴംപൊരിയും എടുക്കുമെന്ന് വളരെ കൃത്യമായിട്ടും മുന്നറിവോടുകൂടി, അതായത് സേതു പറഞ്ഞ പോലെ തന്നെ പ്രീ നോളജ് പുള്ളിക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുകയാണ്. ഞാൻ നാളെ 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിൻ്റെ ചായക്കടയിൽ പോകുന്നു, ഒരു ചായ എടുക്കുന്നു, പഴംപൊരി എടുക്കുന്നു. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന് ഓൾറെഡി ഇതറിയാം, ദൈവത്തിന് ഈ പ്രീ നോളജ് ഉണ്ട്, അതായത് മുന്നറിവുണ്ട് നാളെ ഈ സംഭവം സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ എനിക്കറിയത്തില്ല, നമ്മൾ സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് നാളെ ആയി എന്ന് സങ്കല്പിക്കാം. ഈ ദൈവത്തിന് ഓൾറെഡി അറിയാവുന്ന പ്രീ നോളജിലുള്ള നാളെ, അതായത് ദൈവത്തിന് ഓൾറെഡി അറിയാം നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രീ നോളജിൽ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള മനുഷ്യരായ നമ്മൾക്ക് അറിയാത്ത നാളെയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നാളെ ഞാൻ ഗുസ്റ്റാവ് സാഹിബിൻ്റെ കടയിൽ ചെല്ലുന്നു, ചായ എടുക്കുന്നു, പഴംപൊരി എടുക്കുന്നു. എനിക്ക് പഴംപൊരി അല്ലാതെ ഉള്ളിവട എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ദൈവം ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണ് നാളെ ഗുസ്റ്റാവ് സാഹിബിൻ്റെ കടയിൽ 4 മണിക്ക് ഞാൻ ചെല്ലുമ്പോൾ ചായയും പഴംപൊരിയുമാണ് ഞാൻ എടുക്കുന്നത്. ഈ ദൈവത്തിൻ്റെ പ്രീ നോളജ്, മുന്നറിവ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നില്ല, പക്ഷേ ദൈവം ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സർവശക്തനായ, സർവജ്ഞാനിയായ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാതിരിക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ മുന്നറിവായ നാളത്തെ വൈകിട്ട് സമയം 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിൻ്റെ ചായക്കടയിൽ പോയി ചായയുടെ കൂടെ പഴംപൊരി എടുക്കുന്നു എന്നത് മുന്നറിവായി കണ്ടിരിക്കുന്ന ദൈവം, ആ മുന്നറിവിനെ തെറ്റിച്ചുകൊണ്ട് എനിക്കൊരു ഉള്ളിവട എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി ആ ഒരു ഉള്ളിവട എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഫ്രീ വിൽ. ആ ഉള്ളിവട എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നല്ലേ അതിൻ്റെ അർത്ഥം ചെയ്തു. അപ്പോൾ വളരെ കൃത്യമായിട്ടും എനിക്ക് ഫ്രീ വിൽ ഉണ്ടാകണമെങ്കിൽ നാളെ ഗുസ്റ്റാവ് സാഹിബിൻ്റെ ചായക്കടയിൽ ചെന്നിട്ട് പഴംപൊരി എന്ന് ദൈവം കണ്ടിരിക്കുന്നതിന് പകരമായിട്ട് എനിക്ക് ഉള്ളിവട എടുക്കാൻ സാധിക്കണം. പക്ഷേ എനിക്കതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നറിവ്, അതായത് ഈ സേതു പറയുന്ന ഫോർനോളജ് തെറ്റിപ്പോവും. ദൈവം സർവശക്തനും സർവജ്ഞാനിയും ബൈബിളിൽ പറയുന്ന പോലെ ഗതിഭേദത്താൽ ആച്ഛാദനം ഇല്ലാത്തൊരു വ്യക്തിയുമായതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ ഫോർനോളജ് തെറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഫോർനോളജ് തെറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഫ്രീ വില്ലില്ല, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ വില്ലുണ്ടെങ്കിൽ ദൈവത്തിന് ഈ ഫോർനോളജ് ഇല്ല. രണ്ടും കൂടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു സേതു. ഇത് അറിയാത്തതാണോ അതോ അറിയാത്ത പോലെ ഭാവിക്കുന്നതാണോ? നിരീശ്വരവാദത്തിൻ്റെ വാതിൽക്കൽ വരെ എത്തിയിട്ട് മർദ്ദപിച്ച് തിരിച്ചു പോയ വ്യക്തിയാണ് സേതു എന്നാണ് പറയുന്നത്. ഏതുതരം നിരീശ്വരവാദത്തിലേക്കാണ് പോയത് എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ സേതുവിനെ പോലെ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബൈബിൾ വായിച്ചിട്ടില്ല, യഥാർത്ഥ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം അതൊക്കെ സേതുവിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ്. അതിനെ ഒന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ ഞാനൊരു ക്രിസ്ത്യാനിയെ പോലെ സംസാരിക്കുന്ന, പാസ്റ്റർമാരെ പോലെ സംസാരിക്കുന്ന, സേതുവിനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് മനസ്സിലാക്കാം? ടൈമിന് പുറത്തിരുന്നാലും ഇൻഫിനിറ്റ് ബീയിങ് ആണെങ്കിലും എന്താണെങ്കിൽ തന്നെയും മനുഷ്യർക്കുള്ളത് ഫ്രീ വിൽ എന്നൊരു ഇല്യൂഷനാണ്, അല്ലാതെ ഫ്രീ വിൽ എന്നൊരു യാഥാർത്ഥ്യമല്ല. ഫ്രീ വിൽ ഉണ്ടെന്ന് മനുഷ്യർക്കിങ്ങനെ
തോന്നുന്നതാണ്. അതായത് ദൈവം ഉണ്ടെങ്കിൽ ദൈവം സർവശക്തനാണെങ്കിൽ, ദൈവത്തിന് മുന്നറിവുണ്ടെങ്കിൽ മനുഷ്യർക്കുള്ളത് ഫ്രീ വിൽ എന്നൊരു ഇല്യൂഷൻ. അതായത് ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മായാ ഫീലിംഗ് ആണ് മനുഷ്യർക്കുണ്ടാകുന്നത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ദൈവമുണ്ടെങ്കിൽ, അത് ഈ ബൈബിളിൽ പറയുന്ന പോലെ സേതു വിശ്വസിക്കുന്ന മുന്നറിവുള്ളൊരു ദൈവമാണെങ്കിൽ മനുഷ്യന് ഫ്രീ വില്ലില്ല, സേതു ഇല്ല. അതൊരു പാവകളി തന്നെയാണ്. ദൈവത്തിന് അറിയാം ഇവൻ എന്ത് തിരഞ്ഞെടുക്കും, ആദം എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ദൈവത്തിന് അറിയാം. പക്ഷേ അതിൻ്റെ അർത്ഥം ആദം മരണമേ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിലേക്ക് ആദം നടന്നെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് പാവകളിയല്ല. വ്യക്തമായി കൃത്യമായി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മനുഷ്യനെക്കുറിച്ച്. ആ പ്ലാൻ എന്ന് പറയുന്നത് മനുഷ്യൻ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സാധിക്കണം, നിറവേറ്റണം. അതിനുവേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. ആ ഒരു ടാസ്ക് കൊടുത്താക്കിയിരുന്നു. പക്ഷെ മനുഷ്യൻ അവൻ്റെ ഫ്രീ വില്ലിൽ തിരഞ്ഞെടുക്കുന്നതെല്ലാം മരണമായിരുന്നു. അപ്പോളജിസ്റ്റുകൾ ഈ ഫോർനോളജിനെ അല്ലെങ്കിൽ ഫ്രീ വിൽ ഉണ്ടെന്ന് വാദിക്കാനായി ഫോർനോളജിനെ സ്ഥാപിക്കാനായി പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മാച്ചാണ്. അതായത് മെസ്സിയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ എതിരിൽ നിന്ന് കളിക്കുന്ന ഒരു മാച്ച് നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ടു കഴിഞ്ഞു. ആ കണ്ടതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡിങ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പോൾ അതേപോലെയാണ് ദൈവം നമ്മളുടെ പ്രവൃത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യനെന്ന നിലയിൽ ഇന്നലെ നടന്ന ഫുട്ബോൾ മാച്ചിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ഇന്നെടുത്ത് നോക്കുകയാണെങ്കിലും കൃത്യമായിട്ട് ഇന്നലെ നടന്ന അതേ കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം ഉണ്ടാക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഫോർനോളജ് എന്നാണ് ഇവർ പറയാറുള്ളത്. അതായത് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവുണ്ട്, പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് തന്നെയല്ലേ സേതു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ഇപ്പോൾ ആദമിനെ ഹൗവയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഓൾറെഡി ഈ ഫുട്ബോൾ മാച്ച് പോലെ ഓൾറെഡി പുള്ളി കണ്ടിരിക്കുകയാണ് ആദം ഹൗവ അവിടെ ജീവിക്കുന്നു, അതിൻ്റെ കൂടെ അവർ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നു എന്നുള്ളൊരു കാര്യം ഫോർനോളജിയോടുകൂടി ഇപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡിങ് പോലെ ദൈവം കണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സേതു ദൈവത്തിന് ഈ ആദമിലും ഹൗവയിൽ നിന്നും മെച്ചപ്പെട്ടത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? കാരണം പുള്ളി ഓൾറെഡി കണ്ടിരിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഈ ആദമും ഹൗവയും ഇങ്ങനെ തന്നെ ജീവിക്കുന്നു, അവർ പഴം കഴിക്കുന്നു, പാപികളായി മാറുന്നു, സേതുവൊക്കെ വിശ്വസിക്കുന്ന പോലെ പാപികളായി മാറുന്നു എന്നുള്ള കഥയൊക്കെ പുള്ളി ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ആ മുന്നറിവിൽ പുള്ളി കണ്ടിരിക്കുന്നതിന് വിപരീതമായി ഒരു മനുഷ്യൻ പ്രവർത്തിക്കും എന്ന് ദൈവത്തിന് തോന്നുകയാണെങ്കിൽ അയാളെക്കാൾ വലിയ മണ്ടനുണ്ടോ? ഒരു മനുഷ്യന് പോലും ഇത്രയും കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് മണ്ടനായ ദൈവത്തിനെയാണ് എൻ്റെ സേതു നിങ്ങൾ ഈ ആരാധിക്കുന്നത്? ദൈവത്തിൻ്റെ ഫോർനോളജിൽ ദൈവം ഓൾറെഡി അറിഞ്ഞു വെച്ചിരിക്കുകയാണ് സേതു ആദമും ഹൗവയും പഴം കഴിക്കും, പുള്ളിയുടെ കാഴ്ചപ്പാടിലെ പാപികളായി അവർ മാറും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫോർനോളജിനെ തെറ്റിച്ചുകൊണ്ട് ആദമിനും ഹൗവയ്ക്കും ജീവിക്കാൻ കഴിയില്ല സേതു, അവർക്ക് ഫ്രീ വില്ലില്ല, ഇല്ല, പാവകളിയാണ്. അതാണ് പറഞ്ഞത്, വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ അനിൽ കൊടിത്തോട്ടത്തിന് കിട്ടിയിരിക്കുന്ന രണ്ട് മരുമക്കൾ. സബിൻ എന്ന് പറയുന്നത്, സേതു എന്ന് പറയുന്ന രണ്ട് പേരാണ്. രണ്ടുപേരുടെയും വീഡിയോസൊക്കെ പുള്ളിയുടെ ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വലിയ ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാറുണ്ട്. എന്നിട്ട് 1-2 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയിട്ട് ഒട്ടുമിക്ക കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഇവിടെ എന്നുള്ള കമൻറ്റുകൾ അതിൽ തന്നെ കാണാം. 1-1.5 മണിക്കൂറോ നീണ്ട ഞാനെങ്ങനെ നിരീശ്വരവാദത്തിൽ നിന്നും തിരികെ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിൽ അതിലാരോ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ പറയാൻ വന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നീണ്ട സംസാരങ്ങൾ നടക്കുകയാണ്, ലോട്ട് ഓഫ് നോയ്സസ്. അതിനകത്ത് കുറേ നോയ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലാതെ വിഷയത്തെക്കുറിച്ചോ കാര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അയാളുടെ പല വീഡിയോസ് കണ്ട്, ഈ സേതുവിൻ്റെ പല വീഡിയോസ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ്, എന്തൊക്കെയോ കുറേ വാക്കുകൾ ഇങ്ങനെ ചറപറ സംസാരിക്കുന്നുണ്ട്, മെഴുകുന്നുണ്ട്, കുറേ അധികം ഇങ്ങനെ കഷ്ടപ്പെട്ട് മെഴുകുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ വരുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കത്തില്ല. മിഥുനത്തിലാണോ ഏതിലോ ആണോ മറ്റേ നെടുമുടി വേണു വന്നിട്ട് പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കട്ടെ, അപ്പോൾ ജഗതി പറയും പൊട്ടിക്ക് സ്വാമി എന്ന് പറയുന്ന കൂട്ട് പുള്ളിക്കാരൻ്റെ 1 മണിക്കൂർ വീഡിയോയിൽ 30 മിനിറ്റൊക്കെ അടുത്തുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇപ്പം പറയും. പക്ഷെ അവിടെ എത്തുമ്പോൾ പറയും ഇത് വലിയൊരു ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വിട്ട് പോവുകയാണ്. അതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഫ്രീ വില്ലിനെ കുറിച്ച് നീണ്ട ടോപ്പിക്ക്, അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. 2 മണിക്കൂറിൽ കൂടുതലായിട്ട് ഞാനത് കാണാനായിട്ട് വേസ്റ്റ് ആക്കി. അതിൽ നിന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും അതിലെ പ്രസക്തമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മുടെ ഫ്രീ വില്ല് ലോകത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന കാലങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ? അവരുടെ ഫ്രീ വില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്ന നാളെ വെളുക്കുന്നതിന് മുമ്പ് ഇറാൻ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് ട്രംപിന്റെ ഫ്രീ വില്ല. അത് ദൈവം ഇടപെടുന്നുണ്ടോ അതിനകത്ത്? ഇറാനും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട്, അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു, ഇറാൻ ഇതൊന്നും ചെവിക്കൊണ്ടിട്ടുമില്ല, അത് യാതൊരു തരത്തിലുള്ള റെസ്പോണ്ടും കൊടുത്തിട്ടില്ല. ഇറാന്റെ ഫ്രീ വില്ല, അത് ദൈവം അതിനകത്ത് ഇടപെടുന്നുണ്ടോ?
സേതു ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇറാനെയും അമേരിക്കയും അവരുടെ തമ്മിലുള്ള യുദ്ധത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് എന്താണ് ഫ്രീ വിൽ എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ എക്സാമ്പിളായിട്ടാണ് സേതു എടുത്തിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് എടുക്കണം. നല്ലൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രംപ് എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായും ട്രംപിൻ്റെ ഫ്രീ വില്ലാണ്. ട്രംപ് ചെയ്യുന്നതെല്ലാം ട്രംപിൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ്, വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഇറാൻ എന്തെല്ലാം പറയുന്നു ചെയ്യുന്നു അതെല്ലാം ഇറാൻ്റെ ഫ്രീ വില്ലാണ്, ഇറാൻ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീ വില്ല് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് കൂടി മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാനായിട്ട് ദൈവം അവിടെ ഒന്നും ഇടപെടുന്നില്ല. അതാണ് ഫ്രീ വിൽ. സത്യമായിട്ടും അത് തന്നെയാണ് ഫ്രീ വിൽ. ശരിയാണ്. സേതു പറഞ്ഞത് 100% ശരിയാണ്. ഇനിയും തുടർന്ന് കേൾക്കാം. ഓക്കെ, ഇനി ദൈവത്തിന്റെ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് നടക്കുന്ന 2 വേഴ്സസ് ആണ് അടുത്തുള്ളത്. സദൃശവാക്യങ്ങൾ 21:1. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ മുത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒന്ന് അത് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റ് ഇതാണ്. രാജാവെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ എന്താ പറയുന്നത്, നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നത് ദൈവമാണെങ്കിൽ അൾട്ടിമേറ്റ്ലി രാജാവിനുള്ളൊരു ഫ്രീ വിൽ ഇല്ല. ഡിസിഷൻ ഉണ്ടാക്കുന്നതും ഡിസിഷൻ മേക്കപ്പ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ദൈവമായതുകൊണ്ട് രാജാവിന്റെ തീരുമാനമല്ല അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു വാക്യം വായിച്ചതിന് ശേഷം എന്തൊക്കെയോ വെടിയും പുകയും വെച്ചിട്ട് എന്തൊക്കെയോ ബഹളം വെക്കുന്നുണ്ട് അവിടെ. ആ ഒരു ബഹളത്തിനെല്ലാം ശേഷം കൃത്യമായിട്ട് ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു രാജാവും യഹൂദനെ നല്ല രീതിയിൽ ഭരിച്ചിട്ടില്ല. അങ്ങനെ ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു പ്രവാചകൻ, ഒരു രാജാവ് നീതിയോടെ നിങ്ങളെ വാഴാൻ വരുമെന്ന്. അതിന്റെ അർത്ഥം ഇസ്രായേൽ മക്കളെ ഭരിച്ചിട്ടുള്ള ഒരു രാജാവും നീതിയോടെ വാണിട്ടില്ലെന്നല്ലേ? ഇങ്ങനെ പലതരം സ്വഭാവത്തിലുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് ഒരു രാജ്യത്തെ കൊടുക്കുമ്പോൾ ദൈവം എന്താ ചെയ്യേണ്ടത്? ജനത്തോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ദൈവം എന്താ ചെയ്യേണ്ടത്? ഈ രാജാവിനെ കൺട്രോൾ ചെയ്യണ്ടേ? ഇതുപോലെ തന്നെ ഒരു രാജാവിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലല്ല എങ്കിൽ അവന് തോന്നിയതുപോലെ ജനത്തെ ഭരിക്കും. അവൻ ആ ഭരിച്ച ആ നാട് മുടിക്കും, ആ ജനത്തെ ഇവ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ രാജാവിന്റെ ഹൃദയത്തെ ദൈവം കൺട്രോൾ ചെയ്യും. എന്താ അതിനകത്ത് തെറ്റ്? അത് രാജാവിന്റെ ഹൃദയമാണ്, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യും. കാരണം അവന്റെ ഒരു തീരുമാനം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നതാ, അല്ലെ? ഒരു രാജ്യത്തിന്റെ വിധിയെ നിർണ്ണയിക്കുന്നതാ. ആ വിധി തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ദൈവം അവനെ കൺട്രോൾ ചെയ്യും, സംശയമില്ല. ഫ്രീ വില്ല് കൺട്രോൾഡ് ആണ്. അതെ, കൺട്രോൾഡ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആണ്, സംശയമില്ല. അത് രാജാവിന് മാത്രം ബാധകമാണോ അതോ ഹോൾ ഹ്യൂമാനിറ്റിക്ക് ബാധകമാണോ എന്നുള്ള ചോദ്യം വരും. ഹോൾ ഹ്യൂമാനിറ്റിക്ക് ബാധകമായിരുന്നെങ്കിൽ അവിടെ രാജാവ് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ ദൈവത്തോട് കണക്കിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഈ വാദം മുഴുവൻ തകർന്നു പോകും. അല്ലിതിപ്പോ സയ്യിദ് മുൻപ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതായിട്ട് യോജിക്കുന്നില്ലല്ലോ. അതായത് ട്രംപിന്റെയും ഇറാന്റെയും പ്രശ്നം നടക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നില്ല, പൂർണ്ണമായിട്ടും മനുഷ്യരുടെ ഫ്രീ വില്ലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് മനുഷ്യന്റെ ഫ്രീ വില്ല് കൊണ്ട് അവനെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ പ്രശ്നങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ടും മഹാമനസ്കനായ ആശാൻ, അതായത് ദൈവം, ട്രംപിൻ്റെയും ഇറാൻ്റെയും മുകളിൽ പൂർണ്ണമായ ഫ്രീ വില്ല് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് ഫ്രീ വില്ലെന്ന് പറഞ്ഞൊരു വ്യക്തി, രാജാവിൻ്റെ കഥ വന്നപ്പോഴത്തേക്ക് രാജാവ് ഭരിക്കുന്ന വ്യക്തി മോശമായിട്ട് ഭരിച്ചാൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ വില്ലിനെ കൺട്രോൾഡ് ആക്കിക്കൊണ്ട് ഭരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ലല്ലോ സേതു. പിന്നെ എൻ്റെ പൊന്ന് സേതു, രാജാവിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, മനുഷ്യരുടെ എല്ലാം കാര്യത്തിലായിരുന്നെങ്കിൽ മനുഷ്യർ എന്ന് എഴുതിയേനെയും എന്നാണ് സേതു പറയുന്നത്. എൻ്റെ പൊന്ന് സേതു, ഈ രാജാവെന്ന് പറയുന്നത് മനുഷ്യനാണ്. നീ അത് പോട്ടെ, രാജാവ് മനുഷ്യനല്ല, ഇനി രാജകീയ പുരോഹിത വർഗമോ വാട്ടെവർ ഇറ്റ് ഈസ് ആണെങ്കിൽ തന്നെയും ഈ രാജാവെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആ കിങ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കത്തില്ലേ? ആ ഒരു രാജാവോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ കൊണ്ടുവരുന്ന ഓരോ ഭരണങ്ങളും ഭരണമാറ്റങ്ങളും ഭരണപരിഷ്കാരങ്ങളും നേരിട്ടോ അല്ലാതെയോ എല്ലാ തലങ്ങളിലും മനുഷ്യരെ ബാധിക്കത്തില്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഫ്രീ വില്ല് കൺട്രോൾ ചെയ്യുന്നതിലും ഏറ്റവും ദോഷകരമല്ലേ, എല്ലാവരെയും ബാധിക്കുന്നതല്ലേ സേതു ഈ ഒരു രാജാവിൻ്റെ ഫ്രീ വില്ല് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്? എന്താണ് സേതു ഈ ഡബിൾ സ്റ്റാൻഡേർഡ്? ഇനിയിപ്പോൾ ചിലപ്പോൾ കാലം മാറിയതുകൊണ്ടായിരിക്കും അല്ലേ സേതു? പണ്ടൊക്കെ രാജഭരണം ആയതുകൊണ്ട് ദൈവത്തിന് കുറച്ചുകൂടെ ഇടപെടേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഡെമോക്രസി രീതിയിൽ നമ്മൾ തന്നെ ചൂസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടായിരിക്കും ദൈവം മാറിയിരിക്കുന്നത് അല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ന്യായീകരിച്ചാലൊന്നും മെഴുകി എടുക്കാൻ പറ്റും? പാവം സേതുവിൻ്റെ ഒരവസ്ഥ. ഇത്രയും കണ്ടു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ സേതുവിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത്. പുള്ളിക്കാരൻ ഈ പാസ്റ്റർമാരെയും പെന്തക്കോസ്തിനെയൊക്കെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ ഇൻ്റർപ്രിറ്റേഷനും കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ ഈ നടത്തുന്നതെല്ലാം ഇൻ്റർപ്രിറ്റേഷനുകളാണ്.
പുള്ളിക്ക് തോന്നിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പുള്ളിയുടെ പൊളിറ്റിക്സിന് ചേരുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യാഖ്യാന ഫാക്ടറി മാത്രമാണ് സേതുവിൻ്റെ അമ്മായിയപ്പനായ അനിൽ കൊടിത്തോട്ടത്തെ പോലെ സേതു. ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അയാളുടെ വീഡിയോയിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കണം. ഞാനതിനെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, കാരണം അത് ചിലപ്പോൾ നിങ്ങളിൽ ബയാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നതിനെ വെച്ചിട്ട് ഈ സേതു പറഞ്ഞു കൂട്ട് ഞാൻ ബയാസ് കൊണ്ട് ബൈബിൾ വായിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതേപോലെ ബയാസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് സേതുവിൻ്റെ ലോങ് വീഡിയോസ്, സമയം നഷ്ടപ്പെടുത്താനുണ്ടെങ്കിൽ പോയിട്ട് സേതുവിൻ്റെ ലോങ് വീഡിയോസ് കാണുക. അയാൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലാണോ സംസാരിക്കുന്നത്? ഈ തുടങ്ങുന്ന സമയത്ത് പറയും ഞാൻ ഇന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എത്രത്തോളം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എത്രത്തോളം അനാവശ്യ നോയ്സുകൾ ഉണ്ടാക്കി സമയം ചെലവഴിക്കുന്നുണ്ടെന്നും എത്രത്തോളം കൃത്യമായും ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെന്നും നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വ്യാഖ്യാന ഫാക്ടറിയാണോ അതോ കാര്യമായിട്ടുള്ള കാര്യമാണോ, എന്തെങ്കിലും അർത്ഥമുള്ളൊരു കാര്യമാണോ ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത്രയും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി അയാളുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലാണ്, അതായത് ഞാൻ സംസാരിച്ച ഒരു വീഡിയോയിൽ അയാൾ 2 പാർട്ടായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. വലിയ ലോങ് വീഡിയോസാണ്. അതിൽ ഫ്രീ വിൽ അല്ലാതെ മറ്റൊരു ടോപ്പിക്ക് കൂടെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ തീരത്തില്ല, ഇനി അടുത്ത പാർട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് പാർട്ടെന്ന്. ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വ്യാഖ്യാന ഫാക്ടറിയും ചുമ്മാ എന്തൊക്കെയോ കുറേ നോയ്സ് ഉണ്ടാക്കുന്ന അല്ലാതെ എനിക്ക് അതിൽ കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ സെക്കൻഡ് പാർട്ടിലെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ടെന്ന് കമൻറ്റ് ഇട്ടിരുന്നു. സെക്കൻഡ് പാർട്ട് വന്നപ്പം ഇതേപോലെ തന്നെ കുറേ ന്യായീകരിച്ച് കിടന്ന് ഉരുണ്ട് മെഴുകി പെരളുന്നതാണ് അതിലും കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടതിന് ശേഷവും മനസ്സിലായത് ഈ കുറേ വ്യാഖ്യാനങ്ങളല്ലാതെ ഇയാൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിലെ ഈ ഒരു ഫ്രീ വില്ലിനെ കുറിച്ച് തന്നെ സംസാരിച്ച് ഇയാളുടെ ഒരു ഉഡായിപ്പ് ടാക്ടിക്സ് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്കാക്കുന്നത്, എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇങ്ങനെ സ്ട്രോമാൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് ഫയൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും എന്നൊന്ന് കാണിച്ച് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇതേപോലെ സേതു സംസാരിക്കുന്നു, അവിടെ കിടന്ന് മെഴുകുന്നുണ്ട്, ഒരു റെസ്പോൺസ് കൊടുക്കണമെന്ന്. അപ്പം ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊന്നുമില്ല. കുറേ വ്യാഖ്യാനങ്ങളും മെഴുകലും അല്ലാതെ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഒരു പോയിൻറ്റും റേസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സേതുവിൻ്റെ വീഡിയോയിലെല്ലാം, സേതുവിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളിടത്തെല്ലാം പുള്ളി വരുത്തുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ നിന്ന് തിക്താനുഭവം കൊണ്ട് പുറത്തു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കൃത്യമായിട്ടും ബൈബിളൊന്നും വായിച്ചിട്ടില്ല. ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥമായും അറിയേണ്ട രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പിന്നീട് നിരീശ്വരവാദികളെല്ലാം ഇങ്ങനെയാണ്, രവിചന്ദ്രൻ അങ്ങനെ പറഞ്ഞു, മൈത്രേയൻ ഇങ്ങനെ പറഞ്ഞു, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ സ്ട്രോമാൻസ് പുള്ളി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെക്കുറിച്ചാണെങ്കിലും ഞാനെന്ന ഒരു വ്യക്തിക്കപ്പുറം സ്ട്രോമാൻ അരുണിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു ടാക്ടിക്സാണ് പുള്ളി ഇപ്പം കിണഞ്ഞ് പരിശ്രമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്ന ഐഡിയയും, നിരീശ്വരവാദം ഇന്നതാണ് അന്നതാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയിൽ നിരീശ്വരവാദത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഈ വൈക്കോൽ മനുഷ്യനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഐഡിയ ഇല്ലാതാക്കി ഫയൽമാൻ ജയിച്ച് എന്ന് പറയുന്നൊരു ടാക്ടിക്സാണ് പുള്ളി കഷ്ടപ്പെട്ട് പിണഞ്ഞ് പരിശ്രമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിൻ്റെ പടിക്കൽ വരെ എത്തിയിട്ട് തിരിച്ചു പോയ ഇതിൽ ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം സേതു റിച്ചാർഡ് ഡോക്കിൻസിനെ വായിച്ചിട്ടില്ല, ക്രിസ്റ്റഫർ റിച്ചൻസിനെ വായിച്ചിട്ടില്ല, അത് കേട്ടിട്ടില്ല, ഇത് കേട്ടിട്ടില്ല. സേതു എന്നെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ പോലെ എനിക്ക് തിരിച്ചിട്ടും പ്രയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മളുടെ രീതി അതല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പിന്നീട് ഈ ഒരച്ചിൽ വാർത്ത ശില്പങ്ങളെല്ലാം ഒരേപോലെ വരും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരുപക്ഷെ എനിക്കറിയില്ല, അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ശിക്ഷണത്തിലായിരിക്കണമല്ലോ പുള്ളി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ശിക്ഷണത്തിൽ നിന്നും മെച്ചപ്പെട്ടതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇതേപോലെയുള്ള വീഡിയോസ് എനിക്ക് സ്ഥിരമായിട്ട് അയച്ചു തന്ന് റിയാക്ട് ചെയ്യൂ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ വെറുതെ ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളോട് എല്ലാത്തിനോടും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെ ഒരു വ്യക്തിയുണ്ട് ജോബി ഹാൽവിൻ എൻ്റെ പല വീഡിയോസിലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, വളരെ ബേസ്ലെസ് ആയിട്ടുള്ള, ഈവൻ തിയോളജിസ്റ്റുകൾ പോലും കേട്ടാൽ ചിരിക്കുന്ന കുറേ വാദങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ കണ്ടവരെല്ലാം വിടുന്ന റോക്കറ്റിൻ്റെ പുറകിൽ കയറി പിടിക്കാനാണെങ്കിൽ നമുക്കതിനെ നേരം കാണത്തുള്ളൂ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന, നമ്മൾ എയിം ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ റിലവൻ്റായി അനിവാര്യമായും സംസാരിക്കേണ്ട, വളരെ കൃത്യതയോടുകൂടി സംസാരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡിഫ്ലക്റ്റ് ആയി പോകാനായിട്ട് കാരണമാകും ഇതേപോലെയുള്ള എല്ലാവരും വിടുന്ന ശബ്ദമലിനീകരണത്തിൻ്റെ പുറകിന് പോയി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ കാര്യമായിട്ടുള്ള ആ ഒരു സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റഫുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നേരെ മറിച്ചിട്ട് ഇതേപോലെ കുറേ ശബ്ദമലിനീകരണം, നമ്മൾ പറയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലെ ഒരു വാക്കിലൊക്കെ കയറി പിടിച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ ബഹളം വെക്കുന്ന കാര്യത്തിനൊന്നും നമ്മളങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എനിവേ സേതു ഇനി ഇങ്ങനെ ഇല്ലാത്ത സ്ട്രോമാൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത്
വായുവുമായിട്ട് ഇങ്ങനെ മുഷ്ടിയുദ്ധമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വേറെ പണിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.